ജി സുധാകരനെതിരെ രൂക്ഷമായ പ്രതികരണം വേണ്ട എന്നാണ് CPM തീരുമാനമെങ്കിലും അമ്പലപ്പുഴയിലെത്തിയാൽ ജി സുധാകരനെതിരെ പറയാതിരിക്കാനാവില്ലെന്ന അവസ്ഥയാണ് CPMന്. പേരെടുത്ത് പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ കണക്കുകളും പേരും എടുത്തു പറഞ്ഞായിരുന്നു സലാമിന്റെ പ്രതികരണം. വാക്കുപോരുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവുകയാണ് അമ്പലപ്പുഴ. ഹരിപ്പാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരന്റെ പേരെടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. എങ്കിലും അമ്പലപ്പുഴയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. അവസരവാദി എന്നാണ് ജി സുധാകരനെ മുഖ്യമന്ത്രി വിളിച്ചത്. കേരളത്തിന്റെ വികസനവും UDFനും BJPക്കും എതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് തുടക്കം. അവസാനത്തെ 5 മിനിറ്റിലാണ് ജി സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഒരു തരത്തിലുള്ള പോറലും ഇവിടെ LDFന് ഏൽക്കില്ല എന്നത് ഉറപ്പാണ്. അവസരവാദ നിലപാട് സ്വീകരിച്ചയാള് ചരിത്രത്തിന്റെ ചളിക്കുണ്ടിലേക്ക് വീണ് താഴുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി സലാം ജി സുധാകരന്റെ പേര് എടുത്തു പറയുകയും കഴിഞ്ഞ ദിവസം നടന്ന പോസ്റ്റർ വിവാദം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു സലാമിന്റെ വിമർശനം. നമ്മൾ ചുവര് ബുക്ക് ചെയ്ത സ്ഥലത്താണ് UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതെങ്കിലും നമ്മളത് കീറിക്കളഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റർ അവിടെ ഒട്ടിക്കാൻ പോകേണ്ടതില്ല. ഞാനിത് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി നേരിട്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത സന്ദർഭം വരുമ്പോൾ എന്തെങ്കിലും വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുന്ന രീതി ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ജി സുധാകരനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് CPM അദ്ദേഹത്തെ വിമർശിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. അമ്പലപ്പുഴയിൽ എത്തിയാൽ ജി സുധാകരനെതിരെ പറയാതിരിക്കാനാകില്ല എന്ന അവസ്ഥയാണ് CPMന്. മീഡിയ 1 ആലപ്പുഴ.